ഹലോ ഗൈസ്, ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് അറിയോ? ഇവിടെ നിന്നിട്ട് ശരിക്കും എനിക്ക് എൻ്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ എറണാകുളം വന്നിട്ട് എനിക്ക് എന്താ പറയുക, മോനിക്ക് ആയിക്കഴിഞ്ഞ് വെൻസിനൊന്നും പോകാൻ പറ്റാണ്ടൊക്കെ ആയിക്കഴിഞ്ഞ ടൈമിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആ ഒരു ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അതായത് ഒരു ചെറിയ ബിസിനസ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പോട് കൂടി എനിക്ക് ഈ വീട്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വീട്, ഇവിടെ ചിറ്റയാണ് നിൽക്കുന്നത്, എങ്കിൽ കൂടി ഈ വീട്ടിൽ നിന്നാണ് എൻ്റെ തുടക്കം കേട്ടോ. അപ്പോൾ ഞാൻ ആ വീടൊന്ന് കാണിച്ചു തരാം. കാരണം എൻ്റെ അമ്പാടി ശരിക്കും പറഞ്ഞാൽ വളർന്ന് വലുതായത് അവൻ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ കാണിച്ചു തരാം അവൻ്റെ കുരുത്തക്കേടുകളും ഒക്കെ. അത് ഇതുവരെ മായിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അവിടെ ജിറാഫ് കൂട്ടി നിൽക്കണ്ടേ. ഇത് കണ്ട, ഞാൻ എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് അതിലൂടെ കുറച്ച് ചെടികളും ഇവിടെയൊക്കെ നല്ല എന്താ പറയുക മണി പ്ലാന്റ് ഒക്കെ വെച്ച് ഇങ്ങനെ താഴേക്ക് ഹാങ് ആയിട്ട് കിടന്നിരുന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതിവിടെ ഞാനില്ലാത്തതിൻ്റെ ഒരു കുറവ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ദൈവത്തിൻ്റെ ഈ ഫോട്ടോകളും പിന്നെ ഇവിടെ കുങ്കുമവും ചന്ദനവും ഒക്കെ വെച്ചിരുന്നതാണ്, അതൊക്കെ പോയി എങ്കിലും. അപ്പം ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിൽക്കാൻ വന്നപ്പം ഈ വീട് ഇത്രയും ക്ലിയർ അല്ലായിരുന്നു, ഞാൻ വന്നതിന് ശേഷം ആക്കിയെടുത്താണ് കേട്ടോ. ഇത് കണ്ടോ, ഈ റൂമിലായിരുന്നു കേട്ടോ ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ റൂമിൽ വേറെ ഒരു കുട്ടിയുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, അമ്പാടി എഴുതി പഠിച്ചതാണ്. സത്യത്തിൽ അമ്പാടി വരച്ച് തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഇത് കണ്ടോ, ഈ ഭിത്തി ഫുൾ അലമ്പാണ്, പക്ഷെ അത് മാറ്റിയിട്ടൊന്നുമില്ല. നമ്മൾ അതൊരു ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ വെച്ചേക്കുക. കാരണം രസമല്ലേ കുഞ്ഞുങ്ങൾ വളരുന്നത്. ഇത് കണ്ടോ, അവൻ്റെ ഓരോ പിറന്നാൾ ഞങ്ങളിവിടെ വെച്ച് ഈ ഒരു ഭാഗമായിരുന്നു സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഞാനിവിടെ ആട്ടോ കിടക്കുന്നത്. ഇതുകൊണ്ട് ഈ കുരുത്തക്കേടുകളൊക്കെ ചെക്കൻ കാണിച്ചു വെച്ചേക്കുന്ന ഇത് കണ്ടില്ലേ, ഭിത്തിയെ കൂടെ വരച്ച് വെച്ചേക്കുന്നത് കണ്ടോ. ഇവിടെ നിന്നാണ് കേട്ടോ ശരിക്കും എൻ്റെ സ്വപ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് ശരിക്കും ഇവിടെ നിന്ന് തന്നെ. ഇത് ഇന്നലെ വന്നിട്ട് ഞാൻ ചെയ്ത കുറച്ച് ജോലികളാണ് കേട്ടോ. എനിക്ക് ചെടിയൊക്കെ ഇങ്ങനെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി ഇന്നലെ ചെറുതായിട്ട് ബോട്ടിലുകളൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഞാനിവിടെ വെച്ചിട്ട് പോകില്ല കേട്ടോ, കാരണം ഇവർ സൂക്ഷിക്കില്ല, വെള്ളമൊന്നും ഒഴിക്കില്ല, അപ്പോൾ അതൊക്കെ നശിച്ചു പോകും. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ ഇവിടെ ഈ റൂമിലും വേറെ ഗേൾസ് ഉണ്ട്. ഇതാണ്ടില്ലേ, ഇതൊക്കെ അമ്പാടിയുടെ കരവിരുതുകളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കുഞ്ഞ് അടുക്കള. ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ റീൽസൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇതായി ജനലിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കും ഫോൺ, എന്നിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ ഒപ്പം താമസിച്ചുകൊണ്ടിരുന്ന, അവൾ വരച്ച പടമാണ് കേട്ടോ. അപ്പോൾ അത് അവൾ പോയി കഴിഞ്ഞിട്ട് അതെനിക്ക് കളയാൻ തോന്നിയില്ല. അപ്പോൾ ഞാനത് കിച്ചണിൽ വെച്ചു. ഇനി ഇവിടെ നമുക്ക് പെയിൻ്റൊക്കെ അടിക്കാനുണ്ട് കേട്ടോ. പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല, മഴയൊക്കെ കാരണം ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇത് പിന്നെ ഇന്നലെ വന്നിട്ട് ഞാൻ കുറച്ച് ഈ വെളിയിലൊക്കെ കുറേ അലമ്പായി കിടക്കുമായിരുന്നു കണ്ടോ. ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പക്ഷേ എനിക്ക് പെട്ടെന്ന് ജലദോഷവും ഒക്കെ പിടിച്ചത്. കാരണം നല്ല പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഞാൻ ചെയ്യുന്ന പോലെ വൃത്തി വരില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ഈ വീട്ടിൽ വന്നപ്പോൾ എനിക്കൊരു നല്ല പോസിറ്റീവാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നിപ്പം നിൽക്കുന്നവരെ എന്ന് വെച്ചാൽ വലിയ ഹൈ പൊസിഷനിലൊന്നുമല്ല ഞാൻ നിൽക്കുന്നത്. എങ്കിലും എനിക്കിന്നൊരു കുഞ്ഞു വരുമാനമുണ്ട്, ജീവിക്കാൻ പറ്റുന്ന വരുമാനമുണ്ട്. അതെനിക്ക് ആക്കി തന്നത് ഈ വീടാണ്. അപ്പം അതിന് ഞാൻ ഈ വീടിൻ്റെ ഓണർ നീന ചേച്ചിയോട് ഒരുപാട്, കാരണം ആ ചേച്ചിക്ക് എന്നെ ഭയങ്കര കാര്യമായിരുന്നു. അതുകൊണ്ടാണല്ലോ ചേച്ചി എനിക്കിങ്ങനെ ഒരു വഴിയൊക്കെ തുറന്നു തന്നത്. ആ ചേച്ചിയോട് എനിക്കെന്നും തീർത്താൽ തീരാത്ത ഒരുപാട് കടപ്പാടുകളുണ്ട്. അത് ചേച്ചി അറിയണ്ട, കാരണം ഈ വീഡിയോസൊന്നും ചേച്ചി കാണാറില്ല. എന്ന് വെച്ചാൽ യൂട്യൂബ് അങ്ങനെയൊന്നും എപ്പോഴാണ് യൂട്യൂബിലൊന്നും അങ്ങനെ കാണാറൊന്നുമില്ല തോന്നുന്നു. അങ്ങനെ യൂട്യൂബ് ഇൻസ്റ്റയൊന്നും ആളധികം കാണത്തില്ല. പക്ഷേ എനിക്ക് എന്നും എൻ്റെ മനസ്സിൽ ആ ചേച്ചിയോടൊരു സ്നേഹവും ഒക്കെ ഉണ്ട്. കാരണം എനിക്ക് ഒരു വഴി തുറന്നു തന്നതല്ലേ, അതിനു വേണ്ടി. അപ്പം ഞാൻ ആലോചിച്ചു, ഇവിടെ വന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, എൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് ഈ വീട്ടിൽ നിന്നാണല്ലോ തുടങ്ങിയിരിക്കുന്നത്, അപ്പം അതൊന്ന് പറയണം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതിന് തൊട്ട് മേലെ നമ്മൾ എടുത്തിട്ട് സ്വപ്നക്കൂട് എന്നുള്ള പേര്. കാരണം എൻ്റെ വീടിന് ഞാൻ ഇടാൻ വെച്ചിരിക്കുന്ന എൻ്റെ സ്വപ്നങ്ങളുടെ ഒരുപാട് കൂടാണത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം ഞാൻ ചെയ്തിരുന്നു. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഗേൾസിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയും ഇപ്പം നമ്മൾ ഗേൾസിനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. 2 റൂമിൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഹോളിൽ ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഹോളിലാണ്. ഇവിടെയാണ് ചിറ്റ നിൽക്കുന്നത്. അപ്പോൾ ചിറ്റയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണത് കേട്ടോ. അങ്ങനെ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗെയ്സ്. അപ്പോൾ ഇവിടെ വന്നപ്പം എനിക്ക് എൻ്റെ കുഞ്ഞ് വരച്ച ഭിത്തിയിലെ പടങ്ങളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത്. കാരണം നാളെ ഇതൊരു പക്ഷേ പെയിൻ്റൊക്കെ അടിച്ച് പോയി കഴിഞ്ഞ് കഴിയുമ്പം ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ. അവന് എനിക്ക് തോന്നുന്നത് ഇത്രയും ഹൈറ്റേ ഉള്ളായിരുന്നു. ഈ ഒരു ഹൈറ്റ് മുതൽ
ഏകദേശം ഈ ഒരു ഹൈറ്റ് 1-1.5 വയസ്സ് ആ ഒരു സമയം തൊട്ട് ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നതാണ്. അവന് എഴുതി പഠിച്ചത് ഫുള്ള് ഇവിടെ നിന്നാണ്, വരയ്ക്കാൻ പഠിച്ചത് മൊത്തം. അപ്പോൾ അതെനിക്ക് കണ്ടു പഠിക്കണമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ കുറേ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പം see you, bye bye.